ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഗൂഗിളിൻ്റെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി സെറ്റിങ്സ്, നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും മറ്റേതെങ്കിലും ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലോഗൗട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ QR കോഡൊക്കെ വെച്ചിട്ട് നമ്മുടെ ഐ ഡി മറ്റേതെങ്കിലും ഡിവൈസസിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോ വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ സംരക്ഷിക്കുക എന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കണം. കാരണം നമ്മുടെ മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും അത് മറ്റൊരു ഡിവൈസസിൽ, നമുക്കറിയാത്ത ഏതെങ്കിലും ഡിവൈസസിൽ QR കോഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിങ്ക് വഴിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കണം. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തന്ന ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും മറ്റേതെങ്കിലും ഡിവൈസസിൽ ഉണ്ടെങ്കിൽ എങ്ങനെ സൈൻ ഔട്ട് ചെയ്യുക എന്ന് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഇതാണ്. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. ഗൂഗിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ടാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. ഇവിടെ സെക്യൂരിറ്റി എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ യുവർ ഡിവൈസസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ 4 ഡിവൈസസിൽ എൻ്റെ മൊബൈൽ ലോഗിൻ ആയിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. മാനേജ് ഓൾ ഡിവൈസസ് എന്ന ആ ഒരു ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം ഡിവൈസസിലാണ് ഇത് ലോഗിൻ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇത്രയും മൊബൈലുകളിൽ ഇത് ലോഗിൻ ആയിട്ടുണ്ട്. റെഡ്മി നോട്ട് 9 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാലക്സി A31 കാണിക്കുന്നുണ്ട്. ഗാലക്സി M31 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാലക്സി A54 5G അത് ഈ ഒരു മൊബൈൽ തന്നെയാണ്. ഓക്കെ, മറ്റുള്ള 3 മൊബൈലും നിങ്ങൾക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ അവിടുത്തെ ഈ ഒരു ഏരോ മാർക്ക് ഉണ്ടല്ലോ, ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ഇത് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. സൈൻ ഔട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആക്കുകയും ചെയ്യണം. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞ ആ ഒരു QR കോഡോ അല്ലെങ്കിൽ ലിങ്കോ മറ്റോ വഴി നിങ്ങളുടെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും മറ്റാരെങ്കിലും ഏതെങ്കിലും ഡിവൈസസിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും? അതിന് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫോൺ ആസ് എ സെക്യൂരിറ്റി കീ എന്ന ഒരു ഓപ്ഷൻ. ഇതാണ് ആ ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് QR കോഡോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ ഈ ഒരു ഐ ഡി പാസ്വേഡ് മറ്റാരെങ്കിലും ഏതെങ്കിലും ഡിവൈസസിൽ സ്കാൻ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ റിമൂവ് ഓൾ ലിങ്ക്ഡ് ഡിവൈസസ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവും. നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ റിമൂവ്ഡ് എന്നിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടുള്ള ആ ഒരു വേറെ ഏതെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും റിമൂവ് ആവുകയില്ല. പക്ഷേ QR കോഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിങ്ക് വഴിയോ ആരെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഐ ഡി ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സിലൂടെ റിമൂവ് ലിങ്ക്ഡ് ഡിവൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെയുള്ള വലിയ പ്രോബ്ലങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.